സലാലയുടെ പ്രദേശങ്ങളിലാണ് വാഹനം തിരിക്കാൻ വേണ്ടി 2 ദിവസം തിരിച്ചു പോകുന്നു. ഞങ്ങൾ തിരിച്ച് യാത്രയ്ക്കായിട്ട് ഒരുങ്ങുന്നു. ഉച്ചയ്ക്കുള്ള ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്തെടുത്തിട്ടുണ്ട്. വണ്ടിയിൽ ബാക്കി സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യാൻ ഏകദേശം ഈ സമയത്തായി 12 മണിയായി പോകും. ഏത്തക്കായോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മേടിച്ചോണ്ട് യാത്ര തിരിക്കും. സോഹറിലേക്ക് യാത്ര തിരിക്കുകയാണ്. സാധനമെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കുറച്ച് പഴവും മേടിക്കാനായിട്ട് വന്നതാണ്. കഴിഞ്ഞ 2 ദിവസത്തെ സലാല കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കണ്ട് സലാലയോട് വിട പറയുകയാണ്. സലാലയിൽ നിന്ന് ഇനി അടുത്ത റൗണ്ട് ഓട്ടോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ തുമരയത്ത് കയറാൻ തുടങ്ങും. തുമരയത്തിൽ മല കയറുമ്പം ഞങ്ങൾക്ക് നല്ല മഞ്ഞൊക്കെ കിട്ടും. ഇപ്പം രാവിലെ സലാല ടൗണിൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം തെളിഞ്ഞ കാലാവസ്ഥയാണ്. അങ്ങനെ ഞങ്ങൾ 2 ദിവസം അടിപൊളിയായിട്ട് കറങ്ങി. കുഴപ്പമൊന്നുമില്ലായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഉണ്ടായിരുന്നു മിനാൻഡി. ഫീഡ്ബാക്ക് അബൌട്ട് സലാല ട്രിപ്പ്? സൂപ്പറായിരുന്നു. മിനാൻഡി ആദ്യമായിട്ടാണ് മിനാൻഡിയിൽ സലാലയിലെത്തി. ഒരു 2 ദിവസം ഓട്ടപ്രദക്ഷിണമാണ് അല്ലേ? സലാല ഒരു 4 ദിവസം 3 ദിവസം മിനിമം ഒരു 5 ദിവസം എല്ലാ വർഷവും ആയിരിക്കും ഇങ്ങനെയൊക്കെയാണ് അത് ഈ സമയത്തെ വരാം. അതായത് ഒരു ജൂലൈ ലാസ്റ്റ് ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോട് കൂടി വരണം. അപ്പോഴേ നമുക്ക് തിരക്കും കുറവായിരിക്കും. എന്നാൽ നല്ല മഞ്ഞും മഴയൊക്കെ ഉണ്ട് താനും. റെൻറ്റും കുറവൊക്കെ ആയിരിക്കും. എല്ലാം ഈ ടൈം അതായത് ജൂലൈയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര റെൻറ്റ്. നമുക്കൊരു 2 ബെഡ്റൂം ഫ്ലാറ്റിനൊക്കെ 45, 50, 60, 70 ആയിരിക്കും. ഈ വർഷം ഞങ്ങളുടെ കുഴപ്പമില്ലാതെ തിരിച്ച് ഞങ്ങൾ സ്വാധീനം കിട്ടു. യാത്ര ചെയ്ത് അടിപൊളി തിരിച്ച് സലാലയിൽ ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് ഷാർട്ട് മിസ്സായി. ഷാർട്ടിൽ ഞങ്ങൾ ലേറ്റായി. എല്ലാവരും ടയേർഡായി കാണും. തേഴ്സ്ഡേ നൈറ്റ് ഫുള്ള് യാത്രയും ചെയ്തു. ഫ്രൈഡേ ഫുള്ള് നടക്കും. ചെന്നടുമൊക്കെ നമ്മൾ കുക്ക് ചെയ്തു. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ആവശ്യത്തിന് ലേറ്റായി. പക്ഷേ പോയത് കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് താരം പോകും. അപ്പോൾ ഞങ്ങൾ സലാലയോടെ ബൈ ബൈ പറയുന്നു. ഇനിയും പിന്നെ കാണാം സലാല. ഞങ്ങൾ ഫ്രാങ്ക്ലിൻ പാർക്കിലോട്ട് പോവുകയാണ്. ഇവിടെ തന്നെ താഴെ കാണുന്നില്ല മുഴുവൻ കുന്തിരിക്ക മരത്തിൻ്റെ ഒരു പാർക്കാണ്. ചുവത്തിൻ്റെ തോട്ടമാണ്. അവിടെയൊക്കെ കണ്ടിട്ട് ആണോ? ഞങ്ങൾ തന്നെ ഫ്രാങ്ക്ലിൻ പാർക്കിൻ്റെ ഇവിടെ വന്നു.
4 വരി പാത കണ്ട് തീർന്നു. 4 വരി പാത കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ സിംഗിൾ ലൈൻ റോഡിലോട്ട് കയറുകയാണ്. ഇനി ഇവിടുന്ന് ഹൈമ വരെ ഇതേപോലുള്ള ഒരു സിംഗിൾ റോഡ്, അതായത് രണ്ട് വഴി ഒറ്റ റോഡിൽ സിംഗിൾ ലൈൻ റോഡിൽ കയറി. സമയം 3 മണി. ഇതാണ് നമ്മുടെ സിംഗിൾ ലൈൻ റോഡിൽ കയറി. ഇവിടുന്ന് ഹൈമ ഏകദേശം യാത്രയിലാണ്. നമ്മളിപ്പം ഹൈമയിലെത്തി. സലാലയിൽ നിന്ന് വിട്ട് ഹൈമ എത്തി. ഹൈമയിൽ ജസ്റ്റ് ഒരു സ്റ്റോപ്പ് ചെയ്തു. വാഷ്റൂമിലൊക്കെ പോകണമായിരുന്നു. അവർ വാഷ്റൂമിലോട്ട് പോയി. ആ വണ്ടിക്കകത്തിരിക്കണം. എല്ലാം ഡിന്നറാണോ ലഞ്ചാണോ എന്ന് പറയാൻ പറ്റുന്നത്. ഇടയ്ക്ക് എല്ലാവരും കൂടെ തന്നെ വണ്ടിയെ ഇരുന്നു. കാരണം പുറത്തോട്ട് ഭയങ്കര മണ്ണ് പോലും തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങൾ വണ്ടിയെ തന്നെ ഇരുന്ന് എല്ലാവരും കഴിക്കാനുള്ള ചോറുണ്ട്, തൈരുണ്ട്, ഫ്രാൻസ് കറിയുണ്ട്, അച്ചാറുണ്ട്. ഉച്ചയ്ക്ക് 12 മണിയായപ്പം സലാലയിൽ നിന്ന് വിട്ടു. ലോങ് ഡ്രൈവായിരുന്നു. രാത്രി 3:35 ഏകദേശം 3:45 സോഹാറിലിങ്ങ് വീട്ടിലെത്തി. നല്ല ക്ഷീണമുണ്ട്. എല്ലാവരും നല്ല ഉറക്കമാണ്. എല്ലാവരെയൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കണം. രാവിലെ ഇനിയും മക്കൾക്ക് സ്കൂളിൽ പോകണം. അവരെ പെട്ടെന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കണം. അപ്പോൾ യാത്രയിലൊക്കെയും ദൈവത്തിൻ്റെ കരുതൽ കൂടെ ഉണ്ടായിരുന്നതിനായി ഭംഗിയായി ഞങ്ങൾക്ക് യാത്ര ചെയ്ത് തോന്നാൻ സാധിക്കും.